വല്ല സാധനം ഡ്രസ് വേണോ? എന്റെ കയ്യിൽ എവിടെ നിന്നുണ്ടായില്ല സാറേ. പിന്നെ കാശ് ഒന്ന് വേണമെങ്കിൽ മാറ്റിക്കാം. എന്താടാ രണ്ടെണ്ണം മതിടാ. അല്ലെ 2 ഗ്ലാസ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എന്റെ വീടപ്പുറത്താ, ഞാൻ പോയി എടുത്തിട്ട് സാർ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. സാറിന് കാര്യങ്ങളുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പറയാം. എല്ലാ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ നോക്കാം. ഒന്നും വിട്ടുപോയി പോകുമ്പോ 2 ഇറച്ചി വാങ്ങിച്ചോ എന്റെ വീട്ടിലേക്ക്. ആയിക്കോട്ടെ വാങ്ങിക്കാം. അറിയാ ആ മൂത്ത മരുമോന്റെ ചിട്ടി കമ്പനി ഇപ്പൊ എങ്ങനാ? അവനെ കണ്ടിട്ടൊരു വശപ്പശവുണ്ട്. ശരിയാ, അതൊന്നും എനിക്കറിയില്ല സാറേ. ഇടയ്ക്ക് വീതം വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ അമ്മാവനും അമ്മായി അത് മരണശേഷമേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞു. നന്നായി. വേറെ ഒന്നും എനിക്കറിയില്ല സാറേ. സാറേ അകത്തേക്ക് ഇരിക്കാം. ഓ വേണ്ട, ഒരു 2 ഗ്ലാസ് എടുത്തു. ഓ സാധനം ഏതാടാ? സൂപ്പറാ, പക്ഷെ ലോക്കലാട്ടാ. തുറന്നടാ. കൊള്ളാമോ? ഇതെങ്ങനെടാ അടിക്കണ? പിടിച്ച് അങ്ങനെ ഒഴിക്കട്ടെ. അനിയ ഒഴിക്കാനായിട്ട് ഒരു പെപ്സി എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ? ഓ ഇവിടെ അടുത്ത് വല്ല കടകളിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ വേണമെന്നില്ല കേട്ടാ, ഞാൻ തയ്യാ. എനിക്ക് വേണം. ആയിക്കോട്ടെ സാർ. എന്താ സാർ? ആ ജോസഫ് അവിടെ പോയി. ആ ശവം എടുക്കാൻ വന്നതായിട്ട് അങ്ങോട്ട് ഇവിടെ സ്മോൾ അടിക്കാൻ പോയിട്ടുണ്ട്. ഹലോ, ആ പറ. അയാളോട് പോയി സാർ. അവ ശരിയാവില്ല, നമുക്കൊന്ന് അകത്തോട്ടിരുന്നാലോ? ഓ വാ. ഇവനാ സാറേ പ്രതി? ഞാനല്ല സാർ, ഞാനല്ല സാർ, ഞാനല്ല സാർ, ഞാനല്ല സാർ, ഞാനല്ല സാർ. അനിയ, ഞാനല്ല സാർ. നീ ഇന്നലെ അവിടെ ഊരി വെച്ച ബൾബിലെ ഫിംഗർ പ്രിന്റും ഇപ്പൊ നീ തന്ന ഗ്ലാസ്സിലെ ഫിംഗർ പ്രിന്റും ഒന്നാ. പിന്നെ നീ ഇവിടുന്ന് കൊണ്ടുപോയ വെട്ടുകത്തി, അതിന് നീ എത്ര കഴിയാലും ഫോറൻസിക്കാരത് കണ്ടുപിടിക്കും. അത് പുതിയാൻ ഉപയോഗിച്ച കലണ്ടർ, അത് ഇവിടുന്നല്ലേ? ഞാനല്ല സാർ, എനിക്കറിയില്ല സാർ. സാർ ഇത്രയൊക്കെ പോരെ? സാർ ഞാനുണ്ട്. ജോസഫേ, ഇവനാണെന്ന് എങ്ങനെ മനസ്സിലായി? സാർ, അവൻ ബൾബ് പൊട്ടിക്കാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ അല്ല അത് ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സൺഷെയ്ഡിൽ തൂങ്ങി ടെറസിൽ കയറിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെയുണ്ട്. ആരോഗ്യമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. മുകളിലത്തെ വാതിലിന്റെ നടുഭാഗമാണ് കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പ്രൊഫഷണലും അങ്ങനെ ചെയ്യില്ല. അവരെപ്പോഴും ഒരു മൂലയെ കുത്തി തുറക്കാൻ ശ്രമിക്കും. മുൻവശത്തെ വാതിലിൽ പാടുകളോ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെയില്ല. അകത്തു നിന്നുള്ള ഒരാൾ തന്നെയായിരിക്കണം തുറന്നു കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നത് അവർക്ക് പരിചയമുള്ള ഒരാളായിരിക്കും. വന്നവൻ സോഫയിൽ ഇരുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന മാഗസിന്റെ സിനിമാ പേജായിരുന്നു തുറന്നു വെച്ചിരുന്നത്. മാഗസിന്റെ പേജും ഇരിപ്പിന്റെ വശവും സൂചന നൽകിയിരുന്നത് ഒരു ചെറുപ്പക്കാരിലേക്കാണ്. അടപ്പത്തിരുന്ന ചായപാത്രം കത്തിക്കരിഞ്ഞിരുന്നു. വന്നയാൾക്ക് ചായ എടുക്കാൻ പോയപ്പോഴാണ് ഈ കൃത്യം നടന്നിട്ടുള്ളത്. ക്രൈം സീനിൽ നിന്നും മരണപ്പെട്ടവർക്ക് പരിചയമുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായ സ്ഥലവാസിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഞാൻ ഉറപ്പിച്ചു. ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കൈകെട്ടി മാറി നിൽക്കുന്ന മനുവിനെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. ബോഡി ലാംഗ്വേജ് പ്രകാരം കൈകെട്ടി നിൽക്കുന്നത് എന്തോ മറയ്ക്കുന്നതിന്റെ ലക്ഷണമാണ്. പിന്നെ കാര്യങ്ങൾ പറയുമ്പോഴുള്ള അവന്റെ കൃഷ്ണമണിയുടെ അനക്കത്തിൽ നിന്ന്
അവൻ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. രാത്രി സിനിമയ്ക്ക് പോയെന്ന് കളവ് പറഞ്ഞവൻ 9:30 വരെ ഈ ടവർ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സൈബർ സെല്ലുകാരും വ്യക്തമാക്കിയിരുന്നു. ഞാനെന്നാ പൊക്കോട്ടെ സാറേ. ശരിയാടാ, വിളിക്കാം. എന്റെ മോനെ